ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സഹോദരന്മാരെ. ഒരു പ്രാസംഗികൻ ഒരു പ്രദേശത്ത് പോയിട്ട് മദ്യനിരോധനത്തെ കുറിച്ച് വാദോരാതെ സംസാരിച്ചാൽ ആളുകൾ കൈയടിക്കും. സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ തോളത്ത് തട്ടിയിട്ട് പറയും, ബേഷ്, ഉഷാറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് പ്രസംഗം, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് കാലികമായി പ്രസക്തമായത്, നിങ്ങൾ ഇനിയും തുടരണം എന്ന് പറയും. വ്യഭിചാരത്തെക്കുറിച്ചും അധാർമികതകളെ കുറിച്ചും സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുമെല്ലാം സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ ഹർഷാരവം കൊണ്ടും അനുമോദനം കൊണ്ടും പ്രശംസകൾ കൊണ്ടും മൂടും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി സമൂഹ മധ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഹർഷാരവങ്ങൾക്കും അനുമോദനങ്ങൾക്കും പ്രശംസകൾക്കും പകരം നമുക്ക് കിട്ടാൻ പോകുന്നത് കൂക്കുവിളികളും കല്ലേറുകളും ബഹിഷ്കരണങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും മാത്രമാണ്. അന്നും ഇന്നും ഇനി എന്നും അത് തൗഹീദിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അറിയപ്പെട്ടത്, അതുകൊണ്ടാണ് സ്വഹാബികൾ അറിയപ്പെട്ടത്, അതുകൊണ്ടാണ് അഇമ്മത്തിന്റെ ഇമാമുകൾ പീഡിപ്പിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് കാലഘട്ടത്തിലെ മുജദ്ദിദുകളായ ഉലമാക്കൾ മുഴുവൻ പിച്ച് ചീന്തപ്പെട്ടത്, അതുകൊണ്ടാണ് പരിഷ്കർത്താക്കളായ മുജാഹിദുകളും മുവഹിദുകളും കേരളക്കരയിലടക്കം പീഡിപ്പിക്കപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ടാണ്. ശ്മശാന വിപ്ലവത്തിന്റെ ആളുകൾ എന്നിവരെ വിളിക്കപ്പെട്ട് അപഹസിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതൊന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ലോകത്തിന്ന് വരെ കടന്നു വന്ന പ്രവാചകന്മാരുടെ മതപ്രബോധനത്തിന്റെ കാതൽ, അതിന്റെ പ്രാഥമികത, അതിന്റെ ഒന്നാമത്തെ എപ്പോഴും അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം മാത്രമാണ്. എന്തുകൊണ്ടവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയും പ്രാമുഖ്യം നൽകി പ്രചരിപ്പിച്ചു? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. എല്ലാ തെറ്റുകൾക്കും, വ്യഭിചാരത്തിന് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്, ലഹരി ഉപയോഗങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്, കളവ് നടത്തലുകൾക്ക് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്, വഞ്ചനക്കും ചതിക്കുമെല്ലാം അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷേ ഷിർക്കിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന 3 വലിയ പ്രത്യാഘാതങ്ങൾ ഇതിനോടൊന്നും തുല്യം നിൽക്കില്ല. അത് ഏറ്റവും വലുതാണ്. പരിശുദ്ധ ഖുർആൻ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമമാണ് ഷിർക്ക് എന്നാണ്. എന്നാൽ ഈ ഷിർക്കിന്റെ 3 പ്രത്യാഘാതങ്ങൾ, ഒന്നാമത്തെ പ്രത്യാഘാതം, ഷിർക്കിന്റെ ഒന്നാമത്തെ പ്രശ്നം, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരികളുടെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കള്ളുകുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കള്ളനും കള്ളത്തിക്കുമുള്ള ശിക്ഷയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെറ്റിനെ കുറിച്ചും അള്ളാഹു അത് പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടില്ല. ഒരു തെറ്റിനെ കുറിച്ചും കൊലപാതകത്തെ കുറിച്ചോ പിടിച്ചുപറിയെ കുറിച്ചോ വഞ്ചനയെ കുറിച്ചോ ചതിയെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും അള്ളാഹു അത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, ആകാശത്തിന്റെ അനന്തതയോളം നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ഭൂമിയുടെ മണൽ തരികൾക്ക് സമാനമായി നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, കടലിന്റെ നുരകൾക്ക് സമാനമായി പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ആ പാപങ്ങളെല്ലാം പുറത്തു തരാൻ മാത്രം പ്രാപ്തമാണ് സാഗരത്തെക്കാൾ വിശാലമായ പടച്ചറബിന്റെ കാരുണ്യമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു തെറ്റിനെ കുറിച്ച് അതൊരിക്കലും അല്ലാഹ് പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. 2 തവണ സൂറത്തുൻ നിസായിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റ് ഏതാണെന്ന് അറിയുമോ? ഷിർക്ക് മാത്രമാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ومن يشرك بالله فقد ضل ضلالا بعيدا فقد افترى اسما عظيما. നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. പക്ഷേ ശിർക്ക് എന്ന പാപം അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല, മാപ്പ് നൽകുകയില്ല. അക്ഷന്തവ്യമായ അപരാധമാണ് ശിർക്ക്. ഈ ഒരു തെറ്റിനെ കുറിച്ച് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് പശ്ചാത്തപിക്കാതെ, മരണത്തിന്റെ മുമ്പ് പശ്ചാത്തപിക്കാതെ ഈ തെറ്റ് ഒരിക്കലും പുറത്തു കൊടുക്കപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, ഒരു തെറ്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ പ്രത്യാഘാതം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കടക്ക് കത്തിവെച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ സാഗയുടെ ഒന്നാമത്തെ കണ്ണിയാണിത്.
കാരുണ്യവാനായ പടച്ചറബ് പരിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിലൂടെ പ്രവിശാലമായ തന്റെ കാരുണ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്ന ലോകത്തിന്റെ രക്ഷിതാവ് താൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു തെറ്റ് അത് അവനിൽ പങ്കുചേർക്കൽ മാത്രമാണ്, ശിർക്ക് മാത്രമാണ്. 2-ാമത്തെ ദുരന്തം എന്താണെന്നറിയോ സഹോദരങ്ങളെ? എന്റെ ഉപ്പ മരിച്ചാൽ, എന്റെ ഉമ്മ മരിച്ചാൽ, എന്റെ കൂട്ടുകാര് മരിച്ചാൽ, എന്റെ അനുജൻ മരിച്ചാൽ, എന്റെ ഭാര്യ മരിച്ചാൽ, എന്റെ മക്കൾ മരിച്ചാൽ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിൽ ജീവിച്ച വലിയ റൗഡി മരിച്ചാൽ, ഒരുപാട് പിടിച്ചു പറയും തെമ്മാടിത്തവും തോന്നിവാസവും നടത്തിയ ഒരു വലിയ റൗഡി മരിച്ചു വീണാൽ അവന് വേണ്ടി എനിക്ക് പൊറുക്കലിനെ തേടാം. റബ്ബേ, അവന് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, അവന് നീ മാപ്പ് നൽകണേ റബ്ബേ എന്ന് അവന് വേണ്ടി എനിക്ക് പൊറുക്കലിനെ തേടാം. ഏതുവരെ? അവൻ മുശ്രിക്കല്ലാത്തതുവരെ, അവൻ മുശ്രിക്കല്ലാത്തതുവരെ. മരിച്ചുപോയ എന്റെ കുടുംബക്കാരൻ മുശ്രിക്കാണെങ്കിൽ, അവൻ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ, ലോകത്തിന്റെ രക്ഷിതാവിൽ പങ്കു ചേർക്കുന്നവനാണെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന് അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നത് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിങ്ങൾക്ക് അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നത് ഹറാമാണ്. വെറുതെ ഏത് തെറ്റിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹൃദയത്തെ കരിച്ചു കളയുന്ന ഒരു കഥയുണ്ട്, ചങ്ക് പൊട്ടി പോകുന്ന ഒരു കഥ, ഒരു ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ 1-ാം തീയതി തൊട്ട് ദഅവത്ത് തുടങ്ങിയപ്പോ ആ പ്രവാചകന്റെ ഇടവും വലവും മുന്നും പിന്നും നിന്നൊരു സംരക്ഷണം കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു വൃദ്ധൻ. അബൂ താലിബ് എന്നാണ് വൃദ്ധന്റെ പേര്. ശുഅബ് അബൂ താലിബിൽ ഹാഷിം വംശത്തെ മുഴുവൻ ഉപരോധിച്ച് തോലും ചെരുപ്പ് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചപ്പോ, വെള്ളം മാത്രം കുടിച്ചപ്പോ, പച്ചില കഴിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ഹാഷിം കുടുംബം കാഷ്ടിച്ചപ്പോ, അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളുമുണ്ട്. അവിടെ പല രാത്രികളിലും അബൂ താലിബ് ഉറങ്ങിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഉറങ്ങാതെ ആ വൃദ്ധന്റെ കണ്ണുകൾ മുഹമ്മദ് നബിയുടെ പായയിലേക്ക് ഉറ്റുനോക്കിയെന്നാണ്. അവസാനം ഇത് കാണുമ്പോൾ റസൂൽ എഴുന്നേൽക്കും, എന്നിട്ട് പോയി ചോദിക്കും, എന്താണ് എളാപ്പ നിങ്ങൾ ഉറങ്ങാത്തത്? എന്താണ് നിങ്ങൾ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നത്? അദ്ദേഹം പറയും, മോനെ നീ ഇവിടെ കിടക്ക്, എന്റെ വിരിപ്പിൽ നീ കിടക്ക്, നിന്റെ വിരിപ്പിൽ ഞാൻ പോയി കിടക്കാം. കാരണം നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ എപ്പോഴാണ് നിന്നെ കൊല്ലാൻ വരിക എന്നറിയില്ല. അവരെന്നെ കൊല്ലട്ടെ, അത്രയും നിന്നെ കൊല്ലരുത്. ഞാൻ വൃദ്ധനല്ലേ, ഞാൻ മരിച്ചോട്ടെ. മുഹമ്മദ് കാരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ ആട്ടിയോടിക്കപ്പെട്ടത്. ഇന്നലെ വരെ ബഹുമാനിച്ച ആളുകൾ പച്ചവെള്ളം പോലും തരാതെ ശുഅബ് അബൂ താലിബിൽ ഉപരോധം നടത്തുന്നത് ഈ മകൻ കാരണമാണ്. എന്നിട്ടും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത അബൂ താലിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ 2 തവണ ഖുറൈശികൾ വന്നു മുഹമ്മദ് നബിയെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ. ആ 2 തവണയും ചെങ്കോട്ട പോലെ പ്രവാചകന്റെ ജീവന്റെ മുന്നിൽ സംരക്ഷണത്തിന്റെ കവചമായി നിന്ന അബൂ താലിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ആ രംഗമറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയെത്തി. എന്നിട്ട് തലയുടെ ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒറ്റവട്ടം നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഒരൊറ്റവട്ടം നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ബഹുദൈവാരാധകരെ മുഴുവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഭയാനകമായ ദിവസത്തിൽ താങ്കളുടെ നാവ് മന്ത്രിച്ച ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ താണക്കേണ് അപേക്ഷിക്കാം. ഒറ്റവട്ടം ഇല്ല മോനെ, പറയില്ല. ഞാൻ എന്റെ മുൻഗാമികളുടെ മില്ലത്തിൽ മരിച്ചു വീഴാൻ ആഗ്രഹിക്കണം. അങ്ങനെ തന്നെ മരിച്ചു. വിഷമത്തോടുകൂടി, ഹൃദയഭാരത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ആ ഹൃദയത്തിന്റെ വേദന കണ്ടിട്ട് അല്ലാഹ് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. നേർമാർഗം കാണിച്ചു കൊടുക്കേണ്ടവൻ, ഹിദായത്ത് നൽകേണ്ടവൻ, നൂർ നൽകേണ്ടവൻ, ഫുർഖാൻ നൽകേണ്ടവൻ, ബൈനത്ത് നൽകേണ്ടവൻ അല്ലാഹുവാണ്. ആ റബ്ബിന്റെ മാർഗ്ഗത്തെ, ആ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ അതുണ്ടാവുകയുള്ളൂ. ആരെയെങ്കിലും വഴിതെറ്റിക്കാൻ പടച്ചറബ് തീരുമാനിച്ചാൽ അവന് നിർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും തന്നെ സാധ്യമല്ല. തന്റെ എളാപ്പയുടെ വിഷയത്തിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പടച്ചറബിന്റെ ഈ വർത്തമാനം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ തകരുകയാണ്, വല്ലാതെ വേദനിക്കുകയാണ്, വല്ലാതെ സങ്കടപ്പെടുകയാണ്. അറിയാതെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുകയാണ്. നാഥാ, എന്റെ ഈ നുബുവത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രബോധനത്തിന്റെ, ആദർശ പ്രബോധനത്തിന്റെ വീജിയിൽ സജീവമായപ്പോ എന്റെ ഇടവും വലവും നിന്നുകൊണ്ട് എന്നെ സംരക്ഷിച്ച
എന്റെ പ്രിയപ്പെട്ട എളാപ്പക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് മാപ്പ് നൽകാൻ പറ്റുമോ ലോകത്തിന്റെ രക്ഷിതാവേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അള്ളാന്റെ മറുപടി എന്താണ്? മാ കാന ലിന്നബി വല്ലദീന ആമനൂ അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അള്ളാന്റെ റസൂലിന് പാടുള്ളതല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഅ്മിനുകൾക്കും പാടുള്ളതല്ല. എന്താണ് പാടില്ലാത്തത്? അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ ശിർക്ക് ചെയ്ത് മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാന്റെ റസൂലിനോ മുഅ്മിനുകൾക്കോ പാടുള്ളതല്ല. വലൗ കാനൂ ഉലീ ഖുർബാ, അവരെത്ര അടുത്ത ബന്ധുക്കളായാലും ശരി, എത്ര വലിയ സുഹൃത്തായാലും, എത്ര ഉറ്റ ബന്ധുവായാലും അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടുള്ളതല്ല. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ അസ്ഹാബുൽ ജഹീമാണെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിഞ്ഞതിന് ശേഷവും സുബ്ഹാനല്ലാഹ് തന്റെ എളാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശം റസൂലുള്ളാഹിക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതവിടെയല്ല, ആ നിഷേധം ഖിയാമത്ത് നാൾ വരെ തുടരുന്നു. ശിർക്ക് ചെയ്ത് മരിച്ചുപോയ ഒരു മനുഷ്യന് വേണ്ടി റബ്ബേ അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവകാശം മുസ്ലിം ഉമ്മത്തിന് ഒരാൾക്കുമില്ല. രണ്ടാമത്തെ ദുരന്തമാണ് ശിർക്ക് എന്ന പാപത്തിന്റെ രണ്ടാമത്തെ ദുരന്തം. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും വലിയ പ്രശ്നമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറയുന്നുണ്ട്. ഒരുമിച്ച് 18 പ്രവാചകന്മാരുടെ പേരുകൾ. ആയത്തെ തന്നെ അറിയോ? അല്ലാഹു പറയാൻ വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ വഇസ്മാഈൽ واليسع ويونس ولوطا وكلا فضلنا على العالمين. 18 നബിമാരുടെ പേര് ഒറ്റയടിക്ക് അല്ലാഹു എണ്ണി പറഞ്ഞു. എന്നിട്ട് അതിന്റെ അടുത്തെന്താ പറഞ്ഞറിയോ? എന്റെ തൊട്ടടുത്ത ആയത്തിലുള്ള പറഞ്ഞെന്തറിയോ? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പ്രവാചകന്മാർ മുഴുവനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി പോകുന്നതാണ്, ഇവരുടെ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ്. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്ര അദ്കാറുകൾ ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, എത്ര ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടും കാര്യമില്ല. ഞാൻ എന്തെല്ലാം ചെയ്തു റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പാപമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മയുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിനോടും അല്ലാഹു പറഞ്ഞത് തന്നെയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, താങ്കൾക്കെങ്ങാനും ശിർക്ക് സംഭവിക്കുകയാണെങ്കിൽ ലഹബിത അൻഹും ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ താങ്കൾ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. ആരോടാണ് അല്ലാഹു ഇത് പറയുന്നത്? മുഹമ്മദ് നബിയോടാണ് പറയുന്നത്. ആരാണ് മുഹമ്മദ് നബി? 23 വർഷക്കാലം സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ലാത്ത, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, സമാധാനത്തിൽ കുടുംബത്തിന്റെ ഒപ്പം ചിലവഴിച്ചിട്ടില്ലാത്ത, രാത്രി അന്തിയോളം കാലിന് നീര് വരുവോളം നിന്ന് നമസ്കരിച്ച, അരറൊട്ടി കൊണ്ട് ദിവസങ്ങളോളം പശിയടക്കിയ, ഖന്തക്കിന്റെ രണാങ്കണത്തിൽ അനുയായികളുടെ കൂടെ നേതാവിന്റെ ഭാവമില്ലാതെ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടി പണിയെടുത്ത അല്ലാഹുവിനെ പടച്ചവൻ പോലും വല്ലാത്ത പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ഗാന്ധിജി പോലും സ്തുതിച്ച, ലോകത്തിലുള്ള നിഷ്പക്ഷമായി ചരിത്രം പഠിച്ച ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരും കവികുതികളുമെല്ലാം എല്ലാവരും സ്തുതി പാടിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബിയോടാണല്ലോ പറയുന്നത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ.
താങ്കൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടുകയും ചെയ്യും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. ഈ 3 ദുരന്തങ്ങൾ ശിർക്കിന് മാത്രമേ. ഇതുകൊണ്ടാണ് സകല പ്രവാചകന്മാരും അവരുടെ മതത്തിന്റെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യമായി തൗഹീദി പ്രബോധനം വെച്ചത്. അതുകൊണ്ടാണ് കേരളക്കരയിലെ മുജാഹിദുകൾ അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് ഇനി എന്നും ജീവൻ നിലനിൽക്കുന്നത് വരെ എന്നും അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി ഉണ്ടാവുക തൗഹീദി പ്രബോധനം തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ്.